സർവസംശയച്ഛേത്താരം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ശീർഷകത്തെ തുടർന്ന് 38ാമത്തെ ശീർഷകമായ പ്രതിമാരാധന എന്ന പേരുള്ള ശീർഷകം സമാരംഭിക്കുന്നു. പ്രതിമകൾ, വിഗ്രഹങ്ങൾ. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൽ പടവും കളമെഴുത്തും എല്ലാം പെടും. ഈശ്വരഭാവം നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കാനായി നാം പുറമേ അംഗീകരിക്കുന്ന എന്തും പ്രതിമയോ വിഗ്രഹമോ ആണ്. ഇനി വിശേഷിച്ചൊരു രൂപം തന്നെ വേണ്ട. ഏതെങ്കിലും പ്രത്യേക ദിക്കിൽ നോക്കി പ്രാർത്ഥിക്കുന്നതും ഒരു തരത്തിലുള്ള വിഗ്രഹാരാധനയാണ്. പ്രത്യേക ദിക്കിൽ നോക്കി, ഇപ്പൊ ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ദിശയിലേക്ക് നോക്കി തൊഴുകയോ കണ്ണടച്ച് ധ്യാനിക്കുകയോ ചെയ്താൽ ആ ദിഗ്വന്ദനം പോലും വിഗ്രഹാരാധനമാണ്. ഇത് നല്ലതുപോലെ നാം മനസ്സിലാക്കണം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്ഥൂലമായ എന്തെങ്കിലും രൂപം അവിടെ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഈശ്വരഭാവം നമ്മുടെ ഉള്ളിൽ മുളയ്ക്കാൻ, അങ്കുരിക്കാൻ നാം പുറമേയുള്ള എന്തിനെ ആശ്രയിച്ചാലും അതെല്ലാം, അത് സ്ഥൂലമോ സൂക്ഷ്മമോ രൂപമുള്ളതോ ഇല്ലാത്തതോ എന്തു തന്നെ ആയാലും അതെല്ലാം വിഗ്രഹാരാധന എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉള്ളിൽ പെടും. ഇത് നല്ലതുപോലെ മനസ്സിലാക്കും. ഇനി പ്രതിമ എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നാണ് അർത്ഥം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിന് ഒരു രൂപം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ രൂപമുള്ളത്, ആ ശരീരത്തിൽ എങ്ങനെയാണോ അംഗോപാംഗങ്ങൾ ഉള്ളത്, ഇതുപോലെ ഈശ്വര രൂപങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും അംഗോപാംഗങ്ങളുണ്ട്. ഇനി ഒരംഗോപാംഗവും ഇല്ലെങ്കിൽ പോലും അത് വിഗ്രഹമാണ്. ഉദാഹരണത്തിന് ശിവലിംഗം. ശിവലിംഗത്തിന് കണ്ണോ മൂക്കോ കയ്യോ കാലോ ഒന്നുമില്ല. എന്നാലും അത് ശിവഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ സഹായിക്കുന്നത് കൊണ്ട് വിഗ്രഹം തന്നെയാണ്. ഇനി ഈ സാളഗ്രാമം, സ്ഫടികമണി, ഇതെല്ലാം നാം പൂജിക്കാറുണ്ട്. ഇവയ്ക്കൊന്നിനും പ്രത്യേകമായ രൂപമില്ല, അംഗോപാംഗങ്ങളുമില്ല. എന്നാലും അവയെയും നമ്മൾ ആരാധിക്കാറുണ്ട്. ഈശ്വര ഭാവന ഉള്ളിലുണ്ടാവണം. ആ പുറമേ ആശ്രയിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ഭാവനയ്ക്കാണ് പ്രാധാന്യം. പക്ഷേ എന്തു പറ്റുന്നു എന്ന് ചോദിച്ചാൽ, ഈ രൂപത്തെ ഈശ്വര ഭാവനയ്ക്കായി അംഗീകരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഈ ആരാധന തുടരുകയും അവസാനം ആ പുറമേയുള്ള ആ രൂപത്തിന് ഈശ്വരനേക്കാളും വലിയ ഒരു പ്രാധാന്യം കൈവരികയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് സംഭവിക്കുന്ന കുഴപ്പം. അത് ഈശ്വര ഭാവന ഉണ്ടാവാൻ വേണ്ടി നാം അംഗീകരിക്കുന്ന ഒന്നാണ്. ഈശ്വര ഭാവന ഉള്ളിലാണ്, വിഗ്രഹത്തിലല്ല. ഈ കാര്യവും നല്ലതുപോലെ ഓർമ്മിക്കുക. അവസാനം ഈ വിഗ്രഹത്തിൽ ഈശ്വര ഭാവന പുലർത്തി അങ്ങനെ അവസാനം വിഗ്രഹം ആവശ്യമല്ലാത്ത ഒരു നിലയിലേക്ക് ഉയരുകയാണ് വേണ്ടത്. പക്ഷെ എന്തു പറ്റുന്നു? ഈശ്വര ശക്തിയായ മായയുടെ ഒരു കളിയെ, അല്ലാതെ എന്തു പറയാൻ, ആ മായയുടെ പിടിയിൽപ്പെട്ട് ഈ ആരാധിക്കപ്പെടുന്ന രൂപങ്ങൾ, വിഗ്രഹങ്ങൾ, പ്രതിമകൾ, സാളഗ്രാമങ്ങൾ, ഇങ്ങനെ പലതിലും അതാണ് ഈശ്വരൻ എന്നുള്ള ഭാവന ശക്തമാവുകയും ഉള്ളിൽ ഇരിക്കുന്ന ഈശ്വരനെ അറിയാൻ പറ്റാതായി പോവുകയും ചെയ്യും. അതുകൊണ്ടെന്താ? വിഗ്രഹാരാധന സഫലമാകുന്നില്ല. ആ പ്രതിമാരാധനയെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ കുറിച്ചാണ് ഈ ശീർഷകത്തിൽ വർണ്ണിക്കുന്നത്. മനുഷ്യർ എന്തൊക്കെയാണ് ആരാധനയുടെ പേരിൽ കാട്ടിക്കൂട്ടുന്നത്? സത്യമറിയാതെ രൂപമില്ലാത്ത തത്വമാണ് ഈശ്വര തത്വം. അതിനെ രൂപമുള്ള ഒന്നിനെ ആശ്രയിച്ച് ധ്യാനിക്കാനും ഭാവന ചെയ്യാനും മനസ്സിനെ പവിത്രീകരിക്കാനുമായി നാം വിനിയോഗിക്കുന്നു. പക്ഷെ ഈ കാര്യം പിടികിട്ടുന്നില്ല. ആ നാമരൂപത്തിൽ കുടുങ്ങിപ്പോകുന്നു പാവം മനുഷ്യ മനസ്സ്. അപ്പോ അതിദയനീയം എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ പരിഹസിക്കുകയോ വിമർശിക്കുകയോ അല്ല ചെയ്യുന്നത്. നോക്കാം,
എന്താണ് പറയാനുള്ളത് ആചാര്യന് എന്ന്? ക്ഷേത്രത്തിനുള്ളിലുണ്ടെന്നോർത്തുകൊണ്ടനുദിനം ക്ഷേത്രങ്ങൾ തോറും വലം വയ്ക്കുന്നതെന്തിനു വൃഥ. വൃത്തഭംഗമുണ്ട്. ക്ഷേത്രങ്ങൾ തോറും വലം വയ്ക്കുന്നതെന്തിനു വൃഥ. ചെറിയൊരു വൃത്തഭംഗമുണ്ട്, സാരമില്ല. അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ തോറും വലം വയ്ക്കുന്നെന്തിനു വൃഥ, അങ്ങനെ മാറ്റേണ്ടി വരും. കാര്യം മനസ്സിലായ പോരെ. അല്പസ്വല്പം വൃത്തഭംഗമൊക്കെ ഉണ്ടായാലും സാരമില്ല, നമുക്കങ്ങ് ക്ഷമിച്ചേക്കാം. ഗാത്രത്തിലിരിക്കുന്നതറിയപ്പോകായികയാൽ ക്ഷേത്രത്തെ വലം വച്ചാൽ കാണുന്നവറെങ്ങിനെ. ക്ഷേത്രം തന്നിലും മഠം തന്നിലും ഗൃഹത്തിലും ഗാത്രം തന്നിലും മഹാകാശവത് വ്യാപിക്കുന്ന സർവവ്യാപിനം സർവസാക്ഷിണം സർവാധാരം സർവത്ര പരിപൂർണം അഖണ്ഡ ജ്യോതിർമയം സർവദേവതാമയം സച്ചിദാനന്ദം പരം നിർവികാരിണം പരമാത്മാനം നിത്യാനന്ദം. ഇങ്ങനെയുള്ള പരമാത്മാവേ നിജ ഹൃദയാംബുജം തന്നിലുണ്ടെന്നുള്ളതു ബോധിയാതെ മന്നിടം തന്നിലുള്ള ക്ഷേത്രങ്ങൾ തോറും നന്വേഷിച്ചെന്നാൽ കണ്ടു കിട്ടുകയില്ല ബാലേ. ക്ഷേത്രത്തിനുള്ളിലുണ്ടെന്നോർത്തുകൊണ്ട് അനുദിനം ക്ഷേത്രങ്ങൾ തോറും വലം വയ്ക്കുന്നെന്തിനു വൃഥ. ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ് ദൈവം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ദിവസേന ജനങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അകത്തുണ്ട്, ആ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവം. അത് ദൈവമല്ല എന്ന് നമ്മൾ പറയുന്നേ ഇല്ല. നല്ലതുപോലെ മനസ്സിലാക്കണം. ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹത്തിൽ ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈശ്വരൻ സർവവ്യാപിയായ ഈശ്വരനാണ്. അദ്ദേഹം ഇല്ലാത്ത ഒരൊറ്റ ബിന്ദു പോലുമില്ല. ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വിടൂ, മൂത്രപ്പുരയിലും കക്കൂസിലും പോലും ഒരു യഥാർത്ഥ ഭക്തന്റെ ഈശ്വരൻ കുടികൊള്ളുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ പിന്നെ അങ്ങേയറ്റം അശുദ്ധി നിറഞ്ഞ സ്ഥലങ്ങളിൽ പോലും ഈശ്വര ചൈതന്യം ആ അശുദ്ധിയാൽ ബാധിക്കപ്പെടാതെ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പരമപവിത്രമായ ശ്രീകോവിലിന്റെ ഉള്ളിൽ ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ അയാൾക്ക് തലയ്ക്ക് വല്ല അസുഖവുമുണ്ടോ? പക്ഷേ കുഴപ്പം അവിടെയല്ല. അവിടെ മാത്രമേ ദൈവമുള്ളൂ എന്ന് വിചാരിക്കുന്നതാണ്. എൻ്റെ ഈശ്വരനെ ആരാധിക്കാൻ എനിക്ക് ബാഹ്യമായ എന്തെങ്കിലും വേണം. അത് അമ്പലമാകാം, സാളഗ്രാമമാകാം, അല്ലെങ്കിൽ പടമാകാം. എന്തെങ്കിലും ഒന്ന് ബാഹ്യമായി എനിക്ക് വേണം. എന്നാലേ എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. ഈശ്വര ഭാവന എൻ്റെ ഉള്ളിൽ ഉണ്ടാവൂ. അവിടെയാണ് കുഴപ്പം. ഈശ്വരൻ അനുഭവ സ്വരൂപമായി ഓരോ ജീവിയുടെയും ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. യാതിര്യൻ നരദേവതാഭിരഹമിത്യന്ത സ്ഫുടാഗൃഹ്യതേ യദ്ഭാസാ ഹൃദയാക്ഷദേഹ വിഷയാഃ ഭാന്തി സ്വതോ അചേതനാഃ താം ഭാസ്യൈ പിഹിതാർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗി നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. മനീഷാ പഞ്ചകമൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, പക്ഷെ ഒന്നും പ്രയോജനപ്പെടുന്നില്ല. എന്ത് ചെയ്യും? മനസ്സ് പരിണമിക്കുന്നു. ഈ സത്യത്തെ മനസ്സ് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അതാണ് ദൈവത്തെ തേടി മനുഷ്യർ പുറം ലോകത്തിൽ പരക്കം പായുന്നത്. ക്ഷേത്രത്തിനുള്ളിലുണ്ടെന്ന് ഓർത്തുകൊണ്ട് അനുദിനം ക്ഷേത്രങ്ങൾ തോറും വലം വയ്ക്കുന്നെന്തിനു വൃഥ. ഉള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ കയറി ഇറങ്ങുന്നവരുണ്ട്. ഇവരൊക്കെ നല്ലവരാണ്, സാത്വികന്മാരാണ്. പക്ഷേ അതുപോലെ തന്നെ മൂഢന്മാരുമാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ഷേത്രത്തിലുള്ള ദൈവം വേറെ, വേറൊരു ക്ഷേത്രത്തിലുള്ള ദൈവം വേറെ. ഈ ഭേദചിന്ത വെച്ചുകൊണ്ടാണ് നമ്മുടെ വിഗ്രഹാരാധനയും ഈശ്വര പൂജയും എങ്കിൽ നമ്മൾ എന്നാണ് ഉയരുക? ഗാത്രത്തിലിരിക്കുന്നത് അറിയപ്പോകായികയാൽ ക്ഷേത്രത്തെ വലം വെച്ചാൽ കാണുന്നവർ എങ്ങനെ? ഗാത്രം ശരീരം, ശരീരത്തിന്റെ ഉള്ളിൽ സദാ ഞാനുണ്ട് എന്ന അനുഭവത്തോടുകൂടെ പ്രകാശിക്കുന്നതായ ആ ചൈതന്യത്തെ കാണാൻ വയ്യ. ഇവര്
ക്ഷേത്രത്തെ വലം വെച്ച് ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരുന്നാൽ ദൈവത്തെ കാണാൻ ഒക്കുമോ? കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾ കാണുന്നത് വിഗ്രഹത്തെയാണ്. ആ വിഗ്രഹത്തിൽ നിങ്ങൾ ഈശ്വര ബുദ്ധി പുലർത്തുന്നു, അത് നല്ലത് തന്നെ. പക്ഷേ ആ വിഗ്രഹത്തിൽ മാത്രമേ എനിക്ക് ഈശ്വര ബുദ്ധി വരൂ, മറ്റുള്ള വസ്തുക്കളിൽ അതെല്ലാം ദൈവമാണ് എന്നെനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് വരികിൽ നമ്മുടെ ഈശ്വര പൂജ എവിടെ ചെന്നെത്തും? ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന സത്യത്തെ അംഗീകരിക്കുന്ന ഒരുവന് ഒരിക്കലും ഈശ്വരാരാധനയ്ക്കായി അമ്പലമോ മറ്റ് ബാഹ്യ വിഗ്രഹങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അയാൾക്ക് രൂപം തന്നെ ആവശ്യമില്ല. അയാളുടെ ദൈവം അരൂപമായ സത്യമാണ്. അതിനെയാണ് ബ്രഹ്മം, ആത്മാവ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് അതിസൂക്ഷ്മമായതുകൊണ്ട് മനുഷ്യ ബുദ്ധിക്ക് അത് പിടികിട്ടുന്നില്ല. എന്നാൽ എവിടെയെങ്കിലും നിന്ന് തുടങ്ങണമല്ലോ എന്ന് വിചാരിച്ചാണ്, ശരി ദാ അമ്പലത്തിൽ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു തരാം, ദാ ഇതിനെ ദൈവമായി കണ്ടോളൂ, ഇതിൽ ഈശ്വര ബുദ്ധി വെച്ചു പുലർത്തൂ, ക്രമേണ എല്ലാ വസ്തുക്കളിലും ആ ഈശ്വര ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് വിഗ്രഹാരാധനയെ വിഭാവനം ചെയ്തത്. ആര്? മഹർഷീശ്വരന്മാർ. പക്ഷേ മായയുടെ പിടിയിൽപ്പെട്ട് അതിൽ മാത്രം ഈശ്വര ബുദ്ധി പുലർത്തുന്നവരായി മനുഷ്യർ സ്ഥിതി ചെയ്യുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ആകാശം പോലെ വ്യാപകമായ സത്തയാണ് ഈശ്വരൻ. ആകാശം എവിടെയൊക്കെ ഉണ്ട്? ക്ഷേത്രം തന്നിലും മഠം തന്നിലും ഗൃഹത്തിലും ഗാത്രം തന്നിലും മഹാകാശവത് വ്യാപിക്കുന്ന. ക്ഷേത്രത്തിന്റെ അകത്തുമുണ്ട്, മഠം വീട് നമ്മുടെ വീട്ടിനകത്തുമുണ്ട്, ഗൃഹം എന്ന് പറഞ്ഞാൽ വീട്, മഠം എന്ന് പറഞ്ഞാൽ പവിത്രമായ സന്യാസിമാരുടെയും മറ്റും വാസസ്ഥാനമാണല്ലോ മഠം. ആ മഠങ്ങളിലുമുണ്ട്, നമ്മുടെ വീടുകളിലുമുണ്ട്. ഗാത്രം തന്നിലും അവനവന്റെ ശരീരത്തിലുമുണ്ട്. എന്ത്? മഹാകാശം. ആകാശമില്ലാത്ത ഒരു സ്ഥലമുണ്ടോ? ആകാശം സർവവ്യാപിയല്ലേ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്നല്ലേ ഈ ആകാശം. ആ മഹാകാശത്തെ പോലെ ഈ ആത്മചൈതന്യം അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഈശ്വര തത്വം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, പൂർണ്ണമായി വിലസുന്നു. അതിനെ കാണാൻ കണ്ണ് തുറക്കേണ്ട ആവശ്യം പോലുമില്ല. പുറമേ വിഗ്രഹത്തെ നമ്മൾ കണ്ണു തുറന്നാണ് നോക്കുന്നത്. എന്നാലും നമുക്കൊക്കെ പൊതുവായിട്ട് കാണാൻ കഴിയുന്ന ഒരനുഭവം ഉണ്ടല്ലോ, അമ്പലത്തില് ദീപാരാധന സമയത്ത്. അപ്പോഴാണല്ലോ ആ ദീപത്തിന്റെ പ്രഭയിൽ ആ വിഗ്രഹം പരിപൂർണമായി പ്രകാശിപ്പിക്കപ്പെടുന്നത്. ആ സമയത്ത് മനുഷ്യർ ആ വിഗ്രഹത്തെ നോക്കുന്നതിന് പകരം കണ്ണടയ്ക്കുകയാണ് പതിവ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭക്തന്മാരുടെ കണ്ണ് അടഞ്ഞു പോവുകയാണ്. ആരാ അടപ്പിക്കുന്നത്? ഉള്ളിലുള്ള ദൈവം. എടാ, നീ ഈ കണ്ണു തുറന്ന് ഈ പുറമേയുള്ള ദീപാരാധന കണ്ടതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ നിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നീ ആ കണ്ണൊന്ന് മൂട്, ഉള്ളിലോട്ടൊന്ന് തെരഞ്ഞു നോക്ക്. അപ്പൊ നിനക്ക് നിന്റെ ഹൃദയത്തിൽ തന്നെ എന്നെ കാണാൻ കഴിയും. ഇത് നമ്മൾ അറിയാതെ സംഭവിക്കുന്നതാണ്. എന്ത്? ഈ ദീപാരാധന സമയത്ത് കണ്ണടഞ്ഞു പോവുക. വാസ്തവത്തിൽ ആ സമയത്തല്ലേ വിഗ്രഹത്തെ സൂക്ഷിച്ചു നോക്കേണ്ടത്? പ്രകാശിപ്പിക്കപ്പെടുന്ന സമയം അതാണല്ലോ. മറ്റുള്ള സമയത്തിലൊക്കെ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ മിക്കവാറും ഇരുട്ടായിരിക്കും. ദീപാരാധന സമയത്താണ് ആ വിഗ്രഹം പൂർണ്ണമായി പ്രകാശിപ്പിക്കപ്പെടുക. ആ സമയത്ത് അതിനെ നോക്കാതെ കണ്ണടച്ചാൽ എങ്ങനെയാ ശരിയാവുക? പക്ഷേ എല്ലാവരും കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലുള്ള ഈശ്വരൻ അടപ്പിച്ചു കളയും, കണ്ണടഞ്ഞു പോവും. അപ്പോ ഈ ആകാശത്തെ പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അതിസൂക്ഷ്മമായ തത്വമാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം. മഹാകാശവത് വ്യാപിക്കുന്ന, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഏറ്റക്കുറച്ചിലുകളില്ലാതെ, ചെറുത് വലുത് എന്നുള്ള വ്യത്യാസമില്ലാതെ സർവദിക്കിലും സദാ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ആകാശം. അതുപോലെ വ്യാപിച്ചിരിക്കുന്ന ഒരു തത്വമാണ് ഈശ്വരൻ. അതിനെ സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്ത് അവനവന്റെ ഉള്ളിലാണ് കണ്ടെത്തേണ്ടത്. ആ തത്വം എങ്ങനെയുള്ളതാണ്? സർവവ്യാപിനം സർവസാക്ഷിണം സർവാധാരം. അത് എങ്ങും നിറഞ്ഞതാണ്, എല്ലാറ്റിനും സാക്ഷിയാണ്, എല്ലാറ്റിൻ്റെയും അധിഷ്ഠാനമാണ്. സർവത്ര പരിപൂർണം അഖണ്ഡ ജ്യോതിർമയം. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തുവാണത്, അഖണ്ഡ ജ്യോതിസ്വരൂപമാണത്.
പ്രകാശം എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന പുറമേയുള്ള പ്രകാശമല്ല, ഉള്ളിലുള്ള അനുഭവ പ്രകാശം. ഞാനുണ്ട്. ഈ ഉണ്മയുടെ അനുഭവം ഈശ്വര ചൈതന്യം തന്നെയാണ്. ഈശ്വരൻ ഉണ്മയായിട്ടാണ് അനുഭവപ്പെടുക. അപ്പൊ ഞാനുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോൾ ഈ ഉണ്മ ആരുടെ സഹായം കൊണ്ട്, ആരുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക? ആ ഉള്ള വസ്തുവായ ബ്രഹ്മത്തിന്റെ സഹായം കൊണ്ട് തന്നെ. അപ്പൊ അത് ഉള്ളിലാണ്. സർവദേവതാമയം സച്ചിദാനന്ദം പരം. അനേകം ദേവനും ദേവിയും ഒക്കെ നമുക്കുണ്ട്. എത്രയെത്ര ദേവന്മാരാണ്, എത്രയെത്ര ദേവിമാരാണ്. ഒരേ ദേവിക്ക് തന്നെ എത്രയെത്ര രൂപങ്ങളാണ്. ഈ ദേവതാ രൂപങ്ങളിലൊക്കെ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാതെ ഒരുപോലെ നിറഞ്ഞ് തിങ്ങി വിങ്ങുന്നതാണ് യഥാർത്ഥ ഈശ്വരതത്വം. ഈ ഈശ്വരൻ തന്നെയാണ് എല്ലാ ദേവതകളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. സച്ചിദാനന്ദം പരം. അതിനെ സച്ചിദാനന്ദ ബ്രഹ്മം എന്നാണ് പറയുക. അതിനേക്കാളും മേലെയായിട്ട് മറ്റൊന്നുമില്ല. നിർവികാരിണം പരമാത്മാനം നിത്യാനന്ദം. ഈ ആത്മാവിന് ഒരു തരത്തിലുള്ള ഭാവമാറ്റങ്ങളുമില്ല. അത് പരമസത്യമാണ്, പരമാത്മാവാണ്, എന്നും ആനന്ദസ്വരൂപത്തോടുകൂടെ കഴിയുന്നതാണ്. അതാണ് യഥാർത്ഥ ആനന്ദം. അതിനെ കണ്ടെത്തുമ്പോഴാണ് ഒരാൾ ആനന്ദഭരിതനായിത്തീരുന്നത്. മറ്റൊന്നുകൊണ്ടും ആ പൂർണ്ണാനന്ദം അനുഭവപ്പെടുകയില്ല. ഇങ്ങനെയുള്ള പരമാത്മാവെ നിജഹൃദയാംബുജം തന്നിൽ ഉണ്ടെന്നുള്ളത് ബോധിയാതെ തൻ്റെ ഹൃദയത്താമരയുടെ ഉള്ളിൽ, അനുഭവ കേന്ദ്രത്തെയാണ് ഇവിടെ ഹൃദയത്താമര എന്ന് പറയുന്നത്. ഞാൻ എന്ന അനുഭവത്തിന്റെ കേന്ദ്രം അതെവിടെയാണെന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്, പുറത്തല്ല. അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം. അതിസൂക്ഷ്മമാണത്. ആ അനുഭവം എവിടെയാണോ നാം അനുഭവിക്കുന്നത്, ഞാൻ ഉണ്ട് എന്ന അനുഭവം, ആ അനുഭവത്തെയാണ് ഹൃദയാംബുജം, ഹൃദയത്താമര എന്ന് പറയുന്നത്. ആ ഹൃദയാംബുജം തന്നിലുണ്ട് എന്ത്? പരമാത്മാവ്, യഥാർത്ഥ ഈശ്വരതത്വം. അത് ബോധിയാതെ, വേണ്ടവണ്ണം മനസ്സിലാക്കാതെ, മന്നിടം തന്നിലുള്ള ക്ഷേത്രങ്ങൾ തോറും നടന്ന് അന്വേഷിച്ചെന്നാൽ കണ്ടു കിട്ടുകയില്ല ബാലേ. അല്ലയോ കുട്ടി, ഭൂമിയിലുള്ള സകല ക്ഷേത്രങ്ങളിലും, ഇങ്ങ് തെക്കേയറ്റം കന്യാകുമാരി മുതൽ അങ്ങ് വടക്കേയറ്റം കേദാരനാഥം വരെയുള്ള സർവക്ഷേത്രങ്ങളിലും കയറിയിറങ്ങി സർവവിധ വഴിപാടുകൾ കഴിച്ചാലും ഈ ഈശ്വരതത്വത്തെ കണ്ടെത്താൻ, വേണ്ടവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ പുറത്താണ് എന്ന അടിസ്ഥാനപരമായ ഒരു പെശക് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ വിഗ്രഹങ്ങളെ നാം ഒരു ഉപാധിയായിട്ട് മാത്രമേ അംഗീകരിക്കാവൂ. അതാണ് ഈശ്വരൻ എന്ന് വിചാരിക്കരുത്. ഈശ്വരന് രൂപം തന്നെ ഇല്ല. പിന്നെ നിങ്ങൾ ഈ ശ്രീകോവിലിനകത്ത് അല്ലെങ്കിൽ വിഗ്രഹത്തിനകത്ത് ഒരു പടത്തിലിരിക്കുന്ന അതാണ് ദൈവം എന്ന് വിചാരിച്ചാൽ ആ വിചാരം എങ്ങനെ ശരിയാകും? അത് ശാസ്ത്രസമ്മതമല്ലല്ലോ. ഉപനിഷത്ത് വെളിപ്പെടുത്തുന്ന ഈശ്വരതത്വം അതല്ലല്ലോ. അല്ല, ഞങ്ങളുടെ വിശ്വാസം അതാണ്. നിങ്ങളുടെ വിശ്വാസം അതാണെങ്കിൽ അന്ധവിശ്വാസം എന്ന് മാത്രമേ പറയണ്ടൂ. ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു തത്വമാണ്. അതുകൊണ്ട് അത് വിഗ്രഹത്തിലും ക്ഷേത്രത്തിനകത്തും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രത്യേക ദിക്കിൽ അമ്പലത്തിനകത്ത് തന്നെ ആ പ്രാകാരത്തിൽ കാണില്ല. അവിടെയുള്ള തൂണിലും നടപ്പാതയിലും ഞാൻ ദൈവത്തെ കാണില്ല. ശ്രീകോവിലിന്റെ ഉള്ളിൽ അതിൻ്റെ നടുക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഒരു വിഗ്രഹത്തിൽ മാത്രമേ ഞാൻ ഈശ്വര ബുദ്ധി പുലർത്തൂ എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞു പോകും. ഇത്രയേ പറയാനുള്ളൂ. യഥാർത്ഥ ഈശ്വര തത്വത്തെ നാം അതിദയനീയമായി നഷ്ടപ്പെടുത്തും. അമ്പലത്തിൽ പൊക്കോളൂ, ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന വിഗ്രഹത്തിൽ ഈശ്വര ഭാവന പുലർത്തിക്കോളൂ. ക്രമേണ ആ മനസ്സ് വികസിക്കട്ടെ. സർവ്വദിക്കിലും ആ ഈശ്വരനെ കാണാനുള്ള കരുത്ത് ആ മനസ്സ് നേടട്ടെ. അത് നേടിയില്ലെങ്കിൽ ഈ വിഗ്രഹാരാധന കൊണ്ട് കാര്യമായ എന്ത് പ്രയോജനമാണുള്ളത്? മന്നിടം തന്നിലുള്ള ക്ഷേത്രങ്ങൾ തോറും നടന്ന്, ഇപ്പൊ നടക്കണ്ട, വണ്ടിയുണ്ട്, വാഹനമുണ്ട്, ട്രെയിനുണ്ട്, പ്ലെയിനുണ്ട്, എതിൽ വേണമെങ്കിലും കയറിപ്പോവാം. അങ്ങനെ പുറമേ അന്വേഷിച്ച് ഓടി നടന്നാൽ കണ്ടു കിട്ടുകയില്ല ബാലേ. ആ യഥാർത്ഥ ഈശ്വര തത്വത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം അത് ഉള്ളിൽ സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. ഉള്ളിൽ അതിനെ കണ്ടെത്തും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയാൽ
ഈ പ്രപഞ്ചം മുഴുവൻ ആ സത്യം നിറഞ്ഞു വിലസുന്നതായി അനുഭവപ്പെടും. സാരം വായിക്കാം. ഹേ ബാലേ, കല്ലും മരവും കൊണ്ട് തീർത്ത ക്ഷേത്രത്തിനുള്ളിൽ ഈശ്വരനുണ്ടെന്നോർത്ത് ദിവസവും ക്ഷേത്രങ്ങൾ തോറും ചുറ്റുന്നതെന്തിനു വൃഥാ? ശരീരക്ഷേത്രത്തിലിരിക്കുന്ന ഈശ്വരനെ അറിയാതെ ക്ഷേത്രത്തെ വലം വച്ചാൽ ഈശ്വരനെ കാണുന്നതെങ്ങനെ? ക്ഷേത്രത്തിലും മഠത്തിലും വീട്ടിലും ശരീരക്ഷേത്രത്തിലും മഹാകാശം വ്യാപിച്ചിരിക്കുന്നു. ആകാശമില്ലാത്ത ഒരു ബിന്ദു പോലും ഈ പ്രപഞ്ചത്തിലില്ലല്ലോ. സർവവ്യാപിയും സർവസാക്ഷിയും സർവാധാരവും സർവത്ര പരിപൂർണവും അഖണ്ഡ ജ്യോതിർമയവും സർവദേവതാമയവും സച്ചിദാനന്ദമയവുമായിരിക്കുന്ന പരമ്പൊരുൾ നിർവികാരിയും പരമാത്മാവും നിത്യാനന്ദവുമാകുന്നു. ഇങ്ങനെ വർത്തിക്കുന്ന പരമാത്മാവിനെ നിന്റെ ഹൃദയാംബുജം തന്നിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് ബോധിക്കാതെ ഭൂലോകം തന്നിലുള്ള ക്ഷേത്രങ്ങൾ തോറും നടന്നന്വേഷിച്ചാൽ കണ്ടുകിട്ടുകയില്ല. ഭാരതത്തിൽ മാത്രമാണോ ക്ഷേത്രങ്ങളുള്ളത്? അങ്ങ് നേപ്പാളിൽ ചെന്നാൽ പശുപതിനാഥം ഒരു വലിയ ശിവക്ഷേത്രമാണ്, നേപ്പാളിലുണ്ട്. തീർത്ഥാടനത്തിനും മറ്റും പോകുന്നവർ അവിടെയും പോകാറുണ്ട്. ഇനി വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഭാരതീയർ ചെന്നിട്ട് അവിടെ ഈശ്വരനെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ട കാര്യമുണ്ടോ? എല്ലായിടത്തും നേരത്തെ തന്നെ പ്രതിഷ്ഠിതനായിരിക്കുന്ന തത്വമല്ലേ അത്? എന്നാലും പ്രതിഷ്ഠയും വിഗ്രഹവും ഒക്കെ വേണ്ടി വരുന്നു. ഒരു തന്ത്രി പ്രതിഷ്ഠ നടത്തുന്നു, പ്രാണപ്രതിഷ്ഠ. ഇതൊക്കെ ഉണ്ടെങ്കിലേ ആ വിഗ്രഹം ആരാധനയ്ക്ക് പാത്രമാകൂ. അതിൽ ഈശ്വര ബുദ്ധി ജനങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള മന്ത്രതന്ത്രങ്ങളുടെ ഒക്കെ അകമ്പടി വേണം. അല്ലാതെ വെറുതെ ഒരു കല്ല് അവൾ കൊണ്ടുവച്ചിട്ട് ഇതിനെ ദൈവമായിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അതിൽ ഈശ്വര ബുദ്ധി പെട്ടെന്നുണ്ടാവുകയില്ല. അതിന് ഇങ്ങനെയുള്ള കോലാഹലങ്ങളൊക്കെ കാണിക്കണം. അതുകൊണ്ട് പുറമേ ദൈവത്തെ അന്വേഷിച്ച് ഓടി നടന്നതുകൊണ്ട് പ്രയോജനമില്ല. ഓടാം, നടക്കാം, പറക്കാം. പക്ഷേ ഈശ്വരതത്വത്തെ ആദ്യം കണ്ടെത്തുന്നത് അവനവന്റെ ഉള്ളിലാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പരക്കം പാച്ചിൽ തുടരാൻ. ഇനിയും എന്തു പറയുന്നു നോക്കൂ. മരവും കല്ലും ചെമ്പും ഇരുമ്പും ഇവ കൊണ്ട് പരിചോടുണ്ടാക്കുന്നു ക്ഷേത്രങ്ങളതിനുള്ളിൽ പ്രതിമാദികളുമുണ്ടാക്കിട്ടു വിപ്രന്മാരാൽ കൃതമായൊരു പ്രതിഷ്ഠ കലശവുമാടി പരമേശ്വരനിതന്നുള്ളിൽ ധ്യാനിക്ക കൊണ്ടു പരമാത്മാവു പ്രതിമകളിൽ വ്യാപിക്കുന്നു. യാതൊരു സ്വരൂപമായി ചിന്തിച്ചിടുന്നതെന്നാൽ ആയതുപോലെ പര ചൈതന്യം ശോഭിക്കുന്നു. സാക്ഷാലുള്ളൊരു പര ചൈതന്യമൊന്നായതു ക്ഷേത്രങ്ങൾ പലതിലും പലതായി ശോഭിക്കുന്നു. നമുക്ക് വിഗ്രഹങ്ങൾ എത്ര തരത്തിലുണ്ട്? ഏതൊക്കെ പദാർത്ഥങ്ങൾ കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാം? പ്രപഞ്ചത്തിൽ ലഭ്യമായിട്ടുള്ള എന്തുകൊണ്ടും നമുക്ക് വിഗ്രഹങ്ങളെ നിർമ്മിക്കാം. മരവും കല്ലും ചെമ്പും ഇരുമ്പും എന്തിന്, കളിമണ്ണ് കൊണ്ട് പോലും ദൈവങ്ങളുടെ രൂപങ്ങൾ നമുക്കുണ്ടാക്കാം. ഏത് ദൈവങ്ങളുടെ രൂപമാണ്? ദൈവങ്ങൾ എന്നുള്ള ബഹുവചന പ്രയോഗം തന്നെ തെറ്റ്. ദൈവം ഒന്നാണ്, രൂപങ്ങളാണ് പലത്. ആ രൂപങ്ങളിൽ എല്ലാം കുടികൊള്ളുന്നത് ഒരേ ദൈവമാണ്. രൂപങ്ങളുള്ളവയിൽ രൂപമില്ലാതെ കുടികൊള്ളുന്നതാണ് യഥാർത്ഥ ഈശ്വരതത്വം. ഇതൊന്ന് നമ്മുടെ ഭക്തന്മാരൊക്കെ മനസ്സിലാക്കിയാൽ അവരുടെ ഭക്തി എത്ര കണ്ട് സഫലമാകും, സാർത്ഥകമാകും. പക്ഷെ എന്തു ചെയ്യാം, ഉൾക്കൊള്ളുന്നില്ല വേണ്ട പോലെ. മരവും കല്ലും ചെമ്പും ഇരുമ്പും ഇവ കൊണ്ട് പരിചോടുണ്ടാക്കുന്നു. വളരെ ഭംഗിയായി വിഗ്രഹങ്ങളെ നിർമ്മിക്കുന്നു മനുഷ്യൻ. ക്ഷേത്രങ്ങൾ അതിനുള്ളിൽ, എന്നിട്ട് ഇവയെ അമ്പലങ്ങളുടെ ഉള്ളിൽ കൊണ്ടുചെന്ന് പ്രതിമാദികളും ഉണ്ടാക്കിയിട്ട് അകത്ത് തന്നെ പ്രതിമകളെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്ന് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി ഉള്ളിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാം. അങ്ങനെ പ്രതിമകളെ ഉണ്ടാക്കിയിട്ട് വിപ്രന്മാരാൽ കൃതമായൊരു പ്രതിഷ്ഠാ കലശവും ആടി. പ്രതിഷ്ഠാകർമ്മം വളരെ ആർഭാടത്തോടുകൂടി നടത്തുന്നു. ബ്രാഹ്മണരാണ് അല്ലെങ്കിൽ തന്ത്രിമാരാണ് പ്രതിഷ്ഠാ കലശമൊക്കെ നടത്തുന്നത്. ആ ദേവനെ അവിടെ ആദ്യമായി കുടിയിരുത്തുകയാണ്. ആ ഈശ്വര ചൈതന്യം ആ അമ്പലത്തിനകത്ത് അങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ആ അമ്പലങ്ങളിലേക്ക് ദിനംപ്രതി ധാരാളം ജനങ്ങൾ വന്നു പോകുന്നു.
ഇങ്ങനെ പ്രതിഷ്ഠാകലശവുമാടി പരമേശ്വരൻ ഇത് എന്ന് ഉള്ളിൽ ധ്യാനിക്കൊണ്ട് ആ വിഗ്രഹത്തെ അനേകം ഭക്തന്മാർ, ധാരാളം വിശ്വാസികൾ ഇതാണ് പരമേശ്വരൻ, പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ദൈവം എന്നേ അർത്ഥമുള്ളൂ, ഇതാണ് ദൈവം എന്ന് ഉള്ളിൽ ദൃഢമായി വിശ്വസിച്ച് ആ വിഗ്രഹത്തിന് വന്ദനവും നമസ്കാരവും പ്രദക്ഷിണവും ഒക്കെ സമർപ്പിക്കുന്നു. ഇങ്ങനെ ആ ജീവനില്ലാത്ത വിഗ്രഹത്തിൽ തന്ത്രി ആദ്യം പ്രാണപ്രതിഷ്ഠ നടത്തി അതിനെ ചൈതന്യവത്താക്കി തീർക്കുമ്പോൾ അതിന് ആരാധിക്കപ്പെടാനുള്ള ഒരു യോഗ്യത കൈവരുന്നു. ആ വിഗ്രഹത്തിൽ വിശ്വാസികൾ ഇത് ഈശ്വരനാണ് എന്നുള്ള ബുദ്ധി പുലർത്തുന്നു. അതുകൊണ്ടെന്താ, പരമാത്മാവ് പ്രതിമകളിൽ വ്യാപിക്കുന്നു. പരമാത്മാവ് പ്രതിമകളിൽ വ്യാപിക്കുന്നു. അപ്പൊ നേരത്തെ ഇല്ലായിരുന്നോ? നേരത്തെ ഇല്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തെ സർവവ്യാപി എന്നെങ്ങനെ പറയാൻ പറ്റും? എന്നാലും ഇങ്ങനെയുള്ള ചടങ്ങുകളും ഭക്തന്മാരുടെ വിശ്വാസവും അവരുടെ കാഴ്ചപ്പാടും ഇത് ഈശ്വരനാണ് എന്നുള്ള ചിന്തയും എല്ലാം ഉണ്ടാകുമ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് ആ പ്രതിമകളിൽ വ്യാപിച്ചതുപോലെ തോന്നും. അതും നമ്മുടെ സങ്കല്പം മാത്രമാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു ദിവ്യമായ ഭാവനയാണ് വിഗ്രഹങ്ങളിൽ ദൈവം കുടികൊള്ളുന്നു എന്നുള്ളത്. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. അതേ ഭാവന എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നില്ല? അങ്ങനെ ഒരു ഭാവനയെ എന്തുകൊണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നില്ല? നമ്മുടെ പിടിപ്പുകേട്, അതിനും മാത്രമുള്ള പക്വത നമ്മുടെ ബുദ്ധിക്ക് കൈവന്നിട്ടില്ല. അത് തന്നെയാണ് കാരണം. യാതൊരു സ്വരൂപമായി ചിന്തിച്ചിടുന്നതെന്നാൽ ആയതുപോലെ പരചൈതന്യം ശോഭിക്കുന്നു. ഈ പരമാത്മ ചൈതന്യത്തിന് ഒരു സവിശേഷതയുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു ആ രൂപത്തിൽ അത് പ്രകടമാകും. വിഗ്രഹാരാധന കൊണ്ട് ആത്മജ്ഞാനത്തിലേക്ക് ഉയർന്ന ധാരാളം മഹാത്മാക്കൾ നമ്മുടെ ഭാരതഭൂമിയിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാ അവർ വിഗ്രഹാരാധനയിലൂടെ ആത്മാവിന്റെ തലത്തിലേക്ക് ഉയർന്നത്? മനസ്സ് പാകപ്പെടണം, അപ്പോഴാണത് സംഭവിക്കുക. നമ്മുടെ ഈശ്വര ഭാവന വളർന്ന് വളർന്ന് ഈ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് വ്യാപിക്കണം. ആ ഈശ്വരനിലാണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അപ്പോ നമ്മൾ ഏത് രൂപത്തിൽ ആ അരൂപമായ സത്യത്തെ ഭജിക്കുന്നുവോ അല്ലെങ്കിൽ ചിന്തിക്കുന്നുവോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുവോ ആ രൂപത്തെ കൈക്കൊണ്ട് ആ പരമാത്മ ചൈതന്യം ശോഭിക്കുന്നു. നിങ്ങളുടെ ഭാവന എങ്ങനെയോ ആ ഭാവനയ്ക്കനുസരിച്ച് ആ ചൈതന്യം പ്രകാശിക്കും. നാം ഒന്നും ഭാവന ചെയ്തില്ലെങ്കിൽ അതുമാത്രമായി പ്രകാശിക്കും. കേവല സത്യമായി നിർമ്മല ബോധമായി അത് പ്രകാശിക്കും. അതിന് നിങ്ങൾ കൈയും കാലും ഒക്കെ കൊടുത്ത് അത് ശിവനാണ്, വിഷ്ണുവാണ്, മുരുകനാണ്, ഗണപതിയാണ്, ദേവിയാണ് എന്നൊക്കെ വിചാരിച്ചാൽ ആ രൂപത്തിൽ ആ സത്യം നിങ്ങളെ അനുഗ്രഹിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് രൂപമില്ല. അരൂപമായ സത്യത്തെയാണ് നിങ്ങൾ ഒരു രൂപത്തിൽ കാണുന്നത്, ആരാധിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരാധന തുടരൂ. ആ ആരാധന സഫലമായി. സാക്ഷാലുള്ളൊരു പരചൈതന്യം ഒന്നായത്, ആ പരമാത്മ ചൈതന്യത്തിൽ ഭേദമില്ല, പല ചൈതന്യങ്ങളില്ല. ആ ചൈതന്യം ഏകമാണ്, അദ്വൈതമാണ്. അത് ക്ഷേത്രങ്ങൾ പലതിലും പലതായി ശോഭിക്കുന്നു. ഓരോരോ ക്ഷേത്രത്തിലും ഓരോരോ രീതിയിൽ ആ ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു. അതിനെന്താ, തെറ്റൊന്നുമില്ല. ആ രൂപം, ആ പുറമേയുള്ള വിഗ്രഹമാണ് ദൈവം എന്നൊരിക്കലും വിചാരിക്കരുത്. ആ വിഗ്രഹത്തിൽ നമുക്ക് ഈശ്വര ഭാവന അല്ലെങ്കിൽ ഈശ്വര ബുദ്ധി ഉണ്ടാകുന്നു. ആ ഈശ്വര ഭാവനയിലാണ് യഥാർത്ഥ ഈശ്വരൻ കുടികൊള്ളുന്നത്. ആ ഈശ്വര ഭാവന പുറമേയുള്ള വിഗ്രഹത്തിലല്ല, അവനവന്റെ ഉള്ളിലാണ്, മനസ്സിലാണ്, ബുദ്ധിയിലാണ്. അവിടെയാണ് ഈശ്വരന്റെ യഥാർത്ഥ ആവാസ കേന്ദ്രം. നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കും. സാരം വായിക്കാം. മരം, കല്ല്, ചെമ്പ്, ഇരുമ്പ് എന്നിവ കൊണ്ട് ഭംഗിയായി ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നു. അതിനുള്ളിൽ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് വിപ്രന്മാരെ കൊണ്ട് അവരവരുടെ അഭിപ്രായം ആരാഞ്ഞ് പ്രതിഷ്ഠാകലശവും നടത്തി പരമേശ്വരൻ ഇതെന്ന് തൻ്റെ ഉള്ളിൽ ധ്യാനിക്കുന്നത് കൊണ്ട് പരമാത്മാവ് പ്രതിമകളിൽ വ്യാപിക്കുന്നു. ഏതൊരു സ്വരൂപമായി ചിന്തിക്കുന്നുവോ അതുപോലെ പരചൈതന്യം ശോഭിക്കുന്നു. യഥാർത്ഥ ചൈതന്യ സ്വരൂപനായ പരമ്പൊരുൾ തന്നെയാണ് ക്ഷേത്രങ്ങൾ പലതിലും പലതെന്ന പോലെ
ശോഭിക്കുന്നത്. നിങ്ങൾ പലതെന്ന് വിചാരിച്ചാലും ആ ഈശ്വര ചൈതന്യം മുറിക്കപ്പെടുന്നില്ല, കഷണങ്ങളാക്കപ്പെടുന്നില്ല, അതിനെ വിഭജിക്കാൻ പറ്റത്തില്ല. ഈ അമ്പലത്തിൽ ഒരു ദൈവം, വേറൊരമ്പലത്തിൽ മറ്റൊരു ദൈവം, അങ്ങനെയില്ല. ഒരൊറ്റ ചൈതന്യം, അത് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ. നാം അതിനെ പരിമിതമായി വിചാരിക്കുമ്പോൾ, കരുതുമ്പോൾ അത് പരിമിതമായ ഒന്നായതുപോലെ തോന്നുന്നു. ആ പരിമിതമായ ഈശ്വര തത്വത്തെയാണ് നിങ്ങൾ ഭജിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫലവും പരിമിതമായിരിക്കും. അപരിമിതമായ സത്യം, അനന്തമായ തത്വത്തെ നിങ്ങൾ ഉപാസിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫലവും ആ ഉപാസന പോലെ, നിങ്ങളുടെ ചിന്ത പോലെ അനന്തമായി. നിങ്ങൾക്ക് പരിമിതമായ ക്ലിപ്തമായ ഫലം മാത്രം മതിയോ, അല്ലെങ്കിൽ അനന്തഫലം വേണോ? അനന്തഫലമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഈശ്വരൻ അനന്തനാണ് എന്ന് ഭാവന ചെയ്യൂ. ഒരു പ്രത്യേക ദിക്കിൽ, ഒരു പ്രത്യേക മുറിക്കുള്ളിൽ, ഒരു പ്രത്യേക വിഗ്രഹത്തിൽ മാത്രം ആ ഈശ്വരനെ കാണുന്ന ഏർപ്പാട് നിർത്തൂ. അമ്പലത്തിൽ പോകണ്ട എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വിടരട്ടെ, വികസിക്കട്ടെ, സകല ബന്ധങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സ് അനന്തമായ ആ ഈശ്വര സത്തയിൽ വ്യാപിക്കട്ടെ, വ്യാപരിക്കട്ടെ. അതേ ഉള്ളൂ രക്ഷപ്പെടാൻ മാർഗം. ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ, പരമ്പൊരുൾ പ്രതിമകളിൽ വ്യാപിക്കുന്നു എന്ന് തെറ്റായി ധരിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പരചൈതന്യം പ്രതിമകളിൽ വ്യാപിക്കുന്നു. അപ്പൊ വ്യാപിക്കാൻ നേരത്തെ ഇല്ലാതിരുന്നാലല്ലേ വ്യാപിക്കാൻ പറ്റൂ? നേരത്തെ തന്നെ ഒരെണ്ണം ഉണ്ട്. നേരത്തെ തന്നെ ഉള്ള ഈശ്വര തത്വത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് അല്പം കടന്ന കൈയല്ലേ? ആണ്. ഉള്ള ഒന്നിനെ നിങ്ങൾ എവിടുന്ന ആവാഹിച്ചു കൊണ്ടുവരിക? ആവാഹനമില്ലാതെ പൂജയില്ലല്ലോ. ഇല്ലാത്ത ഒരു സ്ഥലത്തല്ലേ ആവാഹിച്ചു കൊണ്ടുവരേണ്ടത്. ഈ ഈശ്വര തത്വം സർവ്വദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നായതുകൊണ്ട് ആവാഹനത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അത് ഈശ്വരനാണ്. ഈശ്വരൻ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന തത്വമാണ് എന്ന് മനസ്സിൽ നിരന്തരം ഓർമ്മിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരാരാധന. അതിനേക്കാളും കവിഞ്ഞ ഒരു ഈശ്വരാരാധനയില്ല. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ. ഇതൊക്കെ നമ്മൾ വായിക്കുന്നു, ഹരിനാമ കീർത്തനവും ജ്ഞാനപ്പാനയും ഒക്കെ. പക്ഷേ ഒന്നും കാര്യത്തോടടുക്കുമ്പോൾ പ്രയോജനപ്പെടുന്നില്ല. ഗംഭീരന്മാർ ഈശ്വരൻ ഏകനാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനാണ്, സർവസാക്ഷിയാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്, എല്ലാം അംഗീകരിക്കുകയും ചെയ്യും. ഇതൊന്നും ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയെപ്പോലെ പെരുമാറുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് അവരുടെ അറിവ് പൂർണ്ണമല്ല എന്നുള്ള സത്യം പിടികിട്ടുന്നത്. പരമ്പൊരുൾ പ്രതിഭകളിൽ വ്യാപിക്കുന്നു എന്ന് തെറ്റായി ധരിക്കുകയാണ്. ഇങ്ങനെയുള്ള മിഥ്യാധാരണയിൽ നിന്ന് മോചിതരാവേണ്ടത് ഓരോ മനുഷ്യന്റെയും ധർമ്മമാണ്. മിഥ്യാധാരണ, തെറ്റിദ്ധാരണയിൽ നിന്നാണ് നാം മോചിതരാവേണ്ടത്. തെറ്റിദ്ധാരണയാണ് നമ്മുടെ ബന്ധം. ഈശ്വരതത്വത്തെ വേണ്ടവണ്ണം അറിയാതിരിക്കുന്നത് തന്നെയാണ് അജ്ഞാനം, അവിദ്യ. അതാണ് ദുഃഖത്തിന് കാരണം. അപ്പോൾ നിങ്ങൾക്ക് ദുഃഖങ്ങൾ പൂർണ്ണമായി തീർന്നു കിട്ടണമെങ്കിൽ യഥാർത്ഥ ഈശ്വര തത്വത്തെ മനസ്സിലാക്കി ഉപാസിക്കണം. അതാണ് വേണം. ആ അറിവിൻ്റെ കൂടെ ചേർന്ന് ഉപാസന കൈകോർത്ത് മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഉപാസനയോ പൂജയോ കാര്യമായ പ്രയോജനം തരില്ല. ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ എങ്ങനെയുള്ളവനാണ്, ഏത് സ്വഭാവക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ സ്വരൂപം എന്താണ് എന്ന് സിദ്ധാന്തപരമായിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഈശ്വരാരാധന ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ, യഥാർത്ഥ ഈശ്വര തത്വം നമുക്ക് കൈവിട്ടു പോകും. ഇനിയും മനുഷ്യർ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഈശ്വരന്റെ പേരിൽ? കാശിയും രാമേശ്വരം, ശ്രീരംഗം കുംഭകോണം, കാമാക്ഷി ഗയ പുരുഷോത്തമം ഗോകർണവും, കാളഹസ്തിയും കമലാലയം ചിദംബരം, വ്യാളേന്ദ്രപുരം ശിവ പേരൂർ തൃക്കവിയൂരും, ഇങ്ങനെ മഹാപുണ്യ ക്ഷേത്രങ്ങളായിട്ടുണ്ട്. പിന്നെയും മഹാക്ഷേത്രം ഉണ്ടല്ലോ പലതരം. ചിലരങ്ങോട്ട് ടൂർ എന്ന് പറഞ്ഞിട്ട്, തീർത്ഥാടനം എന്ന് പറഞ്ഞങ്ങ് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരവുള്ളൂ. എന്താ, ഭാരതത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. ഒരു വിരോധവുമില്ല. കയ്യിൽ പൈസയും സമയവും ഉണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പാടില്ലാത്തത് മനുഷ്യർക്ക്? പക്ഷേ ഇവർ ഈ ചെല്ലുന്ന ഓരോ ക്ഷേത്രത്തിലും
വിഭിന്നനായ ദേവനാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത്. അങ്ങ് കേദാരനാഥത്തിൽ നിന്ന് തുടങ്ങിയാൽ കേദാരനാഥത്തിൽ ശിവൻ ഒന്നുമില്ല, അവിടെ വിഗ്രഹം പോലും ഇല്ല, ഒരു കരിങ്കല്ലാണ്, അതിന്റെ പുറത്ത് നൂലും മറ്റുമൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കും. അതാണ് അവിടുത്തെ പ്രതിഷ്ഠ, അല്ലാതെ വിഗ്രഹമൊന്നുമില്ല അവിടെ. അവിടെ ചെന്ന് ആ കേദാരനാഥനെ തൊഴുതു മടങ്ങുന്നു. അത് കഴിഞ്ഞ് ഇങ്ങ് താഴേക്ക് വന്നാൽ ഒരു ക്ഷേത്രമുണ്ടല്ലോ, ബദരീനാഥൻ. അതാരാണ് ഈ ബദരീനാഥൻ? അദ്ദേഹം വൈകുണ്ഠവാസിയാണ്. നേരത്തെ കണ്ട ആള് കേദാരനാഥൻ കൈലാസവാസിയാണ്, ഇദ്ദേഹം വൈകുണ്ഠവാസിയാണ്. ബദരീനാഥൻ നരനാരായണ ശൃംഗങ്ങളുടെ നടുവിൽ ആണ് ഈ ബദരീനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തുകൂടെ ഗംഗ ഒഴുകുന്നുണ്ട്. പുണ്യക്ഷേത്രം ചാർധാം എന്ന പേരിൽ അറിയപ്പെടുന്ന 4 ധാമങ്ങൾ, 4 ഈശ്വര ക്ഷേത്രങ്ങൾ, പ്രധാന കേന്ദ്രങ്ങൾ, അതിലൊന്നാണ് ഈ ബദരീനാഥം. അപ്പോ ബദരീനാഥനെ പൂജിച്ച് നമ്മൾ വരുന്നു. അകത്ത് കയറിയപ്പോ അവിടെ വിഗ്രഹമൊക്കെ ഉണ്ട്. ബദരീനാഥനെ കണ്ടപ്പോഴെന്താ, കൊള്ളാം, ആശാൻ തരക്കേടില്ല. അപ്പൊ നേരത്തെ കണ്ടതോ കേദാരനാഥം, അത് ശിവനല്ലേ, ഇവിടെ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ. തീർന്നില്ലേ? ഇവിടെ ഒരേ ചൈതന്യം തന്നെയാണ് 2 രൂപത്തിൽ അവിടെയും ഇവിടെയും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഏകത്വം ഈ ഭക്തന്മാരുടെ ഉള്ളിൽ ഇല്ലാതെ അവിടെ ചെന്ന് കേദാരനാഥനെ കണ്ടു, ഇപ്പൊ എന്റെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നത് ബദരീനാഥനാണ്. ഇങ്ങനെ ഓരോരോ ക്ഷേത്രത്തിൽ ചെന്ന് അതാത് ദേവനെ തൊഴുമ്പോൾ വേറെ വേറെ വേറെ, ഓരോന്നും വേറെ, ഓരോ ദേവനും വേറെ. ചൈതന്യം ഒന്നാണ്, ഈശ്വരൻ ഒന്നാണ് എന്നുള്ള കാര്യത്തെ മറന്നിട്ടാണ് ആളുകൾ തീർത്ഥാടനത്തിലും മറ്റും ശ്രദ്ധയുള്ളവരായി തീരുന്നത്. എവിടെയൊക്കെയാ മനുഷ്യർ പോകുന്നത്? കാശിയും രാമേശ്വരം, ശ്രീരംഗം, കുംഭകോണം, കാമാക്ഷി, ഗയ, പുരുഷോത്തമം, ഗോകർണവും. ഇതൊക്കെ ഓരോ പുണ്യ ക്ഷേത്രങ്ങളാണ്. ചില സ്ഥലത്തിൽ, ചില അമ്പലങ്ങളിൽ ദേവിക്കാണ് പ്രാധാന്യം, ചില അമ്പലങ്ങളിൽ ദേവനാണ് പ്രാധാന്യം. ദേവിയോ മേലെ, ദേവനോ മേലെ, ആരാണ് മേലെ? അതിനെ കുറിച്ച് തർക്കമായി. മധുര മീനാക്ഷി, കാഞ്ചി കാമാക്ഷി, കാശി വിശാലാക്ഷി, അതൊക്കെ ദേവിമാർക്ക് വലിയ മുഖ്യത്വമുള്ളതാണ്. എല്ലായിടത്തും അല്ല. മധുര, അങ്ങ് വടക്കുള്ള ഉത്തർപ്രദേശിലുള്ള മധുരയല്ല, മധുര, തമിഴ്നാട്ടിലുള്ള മധുര. ആ മധുരയിൽ ദേവനെക്കാളും ദേവിക്കാണ് ശക്തി കൂടുതൽ. മധുര മീനാക്ഷി, സ്ത്രീക്കാണ് അവിടെ പ്രാധാന്യം. മിക്കവാറും ഈ മധുരയിലുള്ള സ്ത്രീകൾ പുരുഷന്മാരുടെ പുറത്ത് കുതിര കയറുന്നവരാണ്. അവരെ ആണുങ്ങൾക്ക് അടങ്ങി ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയും, മധുരയിൽ നിന്നാണോ കല്യാണം ആലോചിക്കുന്നത്? വേണ്ട, വേറെ എവിടെ നിന്നെങ്കിലും എടുക്കാം. കാരണം അടങ്ങില്ല, ഭർത്താവ് പറഞ്ഞാൽ കേൾക്കില്ല. കാരണം മീനാക്ഷിയുടെ നാട്ടിൽ നിന്നാണല്ലോ നിങ്ങൾ കല്യാണം ആലോചിക്കുന്നത്. അപ്പൊ അവിടെയുള്ള സ്ത്രീകളും ആ സ്ഥലത്തുള്ള ദേവിയെ പോലെ തന്നെ പ്രാധാന്യം സ്ത്രീക്കായിരിക്കും, പുരുഷനല്ല. ഇങ്ങനെ ദേവൻ വേറെ, ദേവി വേറെ, ആർക്കാണ് ശക്തി? ഈ ഏകത്വം മാത്രം മനുഷ്യരുടെ ഉള്ളിൽ ഉറച്ചു വരുന്നില്ല. എന്ത് ചെയ്യും? പലതരം ക്ഷേത്രങ്ങൾ, ഗയ, പുരുഷോത്തമം, ഗോകർണവും. പുരുഷോത്തമം എന്നൊക്കെ പറയുന്നത് ഏതോ ഒരു ദേവാലയം ഉള്ള സ്ഥലമായിരിക്കും. ഇതൊക്കെ സ്ഥലങ്ങളുടെ പേരാണ്. ഗോകർണം, ഗോകർണേശ്വരനുണ്ട് അവിടെ. കാളഹസ്തി, കമലാലയം, ചിദംബരം, വ്യാളേന്ദ്രപുരം, പിന്നെ നമ്മുടെ ശിവപേരൂർ. അതെന്താണ് ശിവപേരൂർ? തൃശിവപേരൂർ. അതാണല്ലോ തൃശ്ശൂരായത്. വടക്കുംനാഥൻ, സർവം നടത്തും നാഥൻ. അപ്പോ അവിടെയൊക്കെ ചെന്ന് ആളുകൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വേറെ വേറെ. വടക്കുംനാഥനെ കാണാൻ ചെന്നാൽ അപ്പുറത്ത് തിരുവമ്പാടിയിൽ കൃഷ്ണനെ കാണണം. പിന്നെ പാറമേക്കാവ് ഭഗവതി. ഇവരെ എല്ലാവരെയും ചെന്ന്, എല്ലാവരും ഇല്ലപ്പ, ഒന്നേ ഉള്ളൂ. എന്നാലും മനുഷ്യരുടെ ഉള്ളിൽ വേറെ 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 ഈ ഭേദചിന്തയാണ്. അത് പോകുന്നില്ല. വ്യാളേന്ദ്രപുരം, ശിവപേരൂർ, തൃക്കവിയൂർ, അതും കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. തൃക്കവിയൂർ. ഇങ്ങനെ മഹാപുണ്യക്ഷേത്രങ്ങളായിട്ടുണ്ട്. പിന്നെയും മഹാക്ഷേത്രമുണ്ടല്ലോ പലതരം. ചില പേരുകൾ മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ധാരാളം പുണ്യക്ഷേത്രങ്ങൾ, ഓരോ സ്ഥലങ്ങളിലും പ്രത്യേകം പ്രത്യേകം പ്രതിഷ്ഠകൾ, ഇങ്ങനെ ധാരാളമുണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വേറെ വേറെ ഈശ്വരനെ ഉപാസിക്കുന്നു എന്നാണ് വിചാരം. ഒരേ ഈശ്വരൻ തന്നെയാണ് ഈ സകല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സത്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ് തീർത്ഥാടകർ
ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. സാരം വായിക്കാം. കാശി, രാമേശ്വരം, ശ്രീരംഗം, കുംഭകോണം, കാമാക്ഷി, ഗയ, പുരുഷോത്തമം, ഗോകർണം, കാളഹസ്തി, കമലാലയം, ചിദംബരം, വ്യാളേന്ദ്രപുരം, ശിവപേരൂർ, തൃക്കവിയൂർ എന്നിവ മഹാപുണ്യക്ഷേത്രങ്ങളാണ്. ഇവ കൂടാതെ മഹാക്ഷേത്രങ്ങൾ പലതരമുണ്ടെന്നും അറിഞ്ഞുകൊള്ളുക. എല്ലായിടത്തും ആരാധിക്കുന്നത് ഒരേ ഒരു പരമ്പൊരുളിനെയാണ്. ആ ഒരു കാര്യം മാത്രം മറന്നുപോകുന്നു. അതുകൊണ്ടെന്താ, ആ ആരാധനയുടെ പൂർണ്ണമായ ഫലം ഭക്തന് കിട്ടുന്നില്ല. ഇനി എന്താ പറയുന്നത്? ഓരോരോ ക്ഷേത്രങ്ങളിൽ ഓരോരോ പ്രതിമാസു ഓരോരോ മൂർത്തികളായി ശോഭിച്ചിടുന്നു പരൻ. ശ്രീ വിശ്വനാഥനെന്നും ശ്രീ മഹാദേവനെന്നും ശ്രീകാന്തനെന്നും ശിവ വിഷ്ണു സംയുക്തനെന്നും ശ്രീ പത്മനാഭനെന്നും മധുസൂദനനെന്നും ശ്രീ പാഞ്ചജന്യം ധരിച്ചൊരു ശ്രീകൃഷ്ണൻ എന്നും അവതാരങ്ങൾ പൂണ്ടു മൂർത്തിഭേദവും ഓരോ തരമിങ്ങനെ പ്രതിമകളിൽ സങ്കൽപ്പിച്ച് ധ്യാനിച്ചു സേവിക്കയാൽ ധ്യാനിച്ച പോലെ പരമാനന്ദ സ്വരൂപനും വ്യാപിച്ചിടുന്നു സദാ. ഓരോരോ ക്ഷേത്രങ്ങളിൽ ഓരോരോ പ്രതിമാസു, ഓരോരോ പ്രതിമകളിൽ, ഓരോരോ അമ്പലങ്ങളിലും ഏത് വിഗ്രഹമാണോ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്, ഏത് മൂർത്തിക്കാണോ പ്രതിഷ്ഠ ഏർപ്പെടുത്തിയിരിക്കുന്നത്, ആ പ്രതിമകളിൽ ഓരോരോ മൂർത്തികളായി ശോഭിച്ചിടുന്നു പരൻ. ആ പരമാത്മാവ്, യഥാർത്ഥ ഈശ്വരതത്വം, സർവേശ്വരൻ ഓരോരോ ഭാവങ്ങളിൽ പ്രകാശിക്കുന്നു. അതൊക്കെ ഈശ്വരതത്വമല്ല എന്ന അഭിപ്രായമില്ല. പക്ഷേ ആ രൂപമാണ് ഈശ്വരൻ എന്ന് മാത്രം വിചാരിച്ചു പോകരുത്. ഓരോ അമ്പലങ്ങളിലുമുള്ള ദേവന് ഓരോരോ പേരാണ്. ശ്രീ വിശ്വനാഥനെന്നും ശ്രീ മഹാദേവനെന്നും. ശ്രീ വിശ്വനാഥൻ കാശി വിശ്വനാഥൻ, കാശിയിലെ വിശ്വനാഥനാണ്. ശ്രീ മഹാദേവൻ പല പല പേരുകളുണ്ടല്ലോ. ചില സ്ഥലത്ത് പരമേശ്വരൻ, ചില സ്ഥലങ്ങളിൽ മഹാദേവൻ. ശ്രീകാന്തൻ മഹാലക്ഷ്മിയുടെ ഭർത്താവായ മഹാവിഷ്ണു. ഇനി ഇതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് അർദ്ധനാരീശ്വര സങ്കല്പമുണ്ട്. ശിവനും പാർവതിയും ചേർന്ന് നിൽക്കുന്ന പ്രതിഷ്ഠ. ഇനി അതുമാത്രമല്ല, ശിവനും വിഷ്ണുവും കൂടെ ചേർന്നുള്ള പ്രതിഷ്ഠയുണ്ട്. ശങ്കരനാരായണ മൂർത്തി ഇവിടെ ആറ്റിങ്ങലിലുണ്ട്. ആറ്റിങ്ങലിനടുത്ത് നാവായിക്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ ശങ്കരനാരായണ സ്വാമിയാണ്. ശിവനും വിഷ്ണുവും, ശിവവിഷ്ണു സംയുക്തനെന്നും. പിന്നെ നമ്മുടെ അനന്തപുരിയിലേക്ക് വന്നാൽ ശ്രീ പത്മനാഭൻ, അനന്ത പത്മനാഭൻ. അങ്ങനെ കാലം നീട്ടി കിടക്കുകയാണ് സുഖമായിട്ട്. ശ്രീ പത്മനാഭനെന്നും പിന്നെ മധുസൂദനനെന്നും ശ്രീ പാഞ്ചജന്യം ധരിച്ചോരു ശ്രീകൃഷ്ണനെന്നും. പാഞ്ചജന്യം എന്ന ശംഖിനെ കയ്യിൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെന്നും. അവതാരങ്ങൾ പൂണ്ട് മൂർത്തിഭേദവും ഓരോ തരം ഇങ്ങനെ പ്രതിമകളിൽ സങ്കല്പിച്ച്, ഈ ഓരോ രൂപവും വ്യത്യസ്തങ്ങളാണ്, ഭിന്ന ഭിന്നങ്ങളാണ്, ഓരോന്നും വേറെയാണ് എന്ന് തെറ്റായി മനസ്സിലാക്കി ആരാധിക്കുന്നു. ഒരേ ഈശ്വരന്റെ തന്നെ അവതാരങ്ങളിൽ ഭേദം കാണുന്നു. കൃഷ്ണനും രാമനും തമ്മിൽ എന്താ വ്യത്യാസം? നരസിംഹത്തിനും വാമനമൂർത്തിക്കും തമ്മിൽ എന്താ വ്യത്യാസം? പക്ഷേ രൂപങ്ങളിൽ കുടുങ്ങുന്നവൻ ഈശ്വരനിൽ ഭേദം കണ്ടേ പറ്റും. അതിന് ഈശ്വരതത്വം ഒന്നാണ് എന്നുള്ള ഭാവം ഉള്ളിൽ ഉറയ്ക്കുകയാണ് വേണ്ടത്. അവതാരങ്ങൾ പൂണ്ട് മൂർത്തിഭേദവും ഓരോ തരം ഇങ്ങനെ പ്രതിമകളിൽ സങ്കല്പിച്ച് ധ്യാനിച്ച് സേവിക്കയാൽ ആ ഈശ്വരനിൽ വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ അമ്പലത്തിൽ പോകുന്നത്. അപ്പൊ ആ ഈശ്വരനെ ധ്യാനിക്കുന്നു, സേവിക്കുന്നു, അദ്ദേഹത്തെ പലതരത്തിൽ ആരാധിക്കുന്നു, വഴിപാട് നടത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ രൂപമില്ലാത്ത സർവേശ്വരൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ധ്യാനിച്ച പോലെ പരമാനന്ദ സ്വരൂപനും വ്യാപിച്ചിടുന്നു. എന്തായാലും ഈശ്വര ഭാവന ഈ ഭക്തന്റെ ഉള്ളിലുണ്ടല്ലോ. ധാരണ തെറ്റാണ്, പക്ഷെ ഈശ്വരൻ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ അമ്പലങ്ങളിൽ പോവുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും മറ്റും ചെയ്യുന്നത്. അവരുടെ സങ്കല്പത്തിനനുസരിച്ച്, വിശ്വാസത്തിനനുസരിച്ച്, ധ്യാന സമ്പ്രദായത്തിനനുസരിച്ച് ആ പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ വ്യാപിച്ചിടുന്നു സദാ. എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുകയാണ്. അദ്ദേഹം ആ ഭക്തന്റെ ഭാവനയ്ക്കനുസരിച്ച് ആ വിഗ്രഹത്തിലും തന്റെ സാന്നിധ്യത്തെ പ്രകടമാക്കുന്നു. നമ്മളാണ്
വിഗ്രഹത്തിന് ചൈതന്യം കൊടുക്കുന്നത്. മനുഷ്യനാണ് വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നത്, തന്ത്രിയാണ്. തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് അദ്ദേഹം വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. പ്രാണപ്രതിഷ്ഠ, തൻ്റെ ഉള്ളിലുള്ള പ്രാണശക്തിയെയാണ് അദ്ദേഹം ആ വിഗ്രഹത്തിലോ പ്രതിമയിലോ സ്ഥാപിക്കുന്നത്. അപ്പോ ദൈവത്തെ ഉണ്ടാക്കുന്നത് മനുഷ്യനാണ്. ഹേയ്, മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ട ദൈവം യഥാർത്ഥ ദൈവമാകുമോ? ആവില്ല. ദൈവം ഉള്ളത് കൊണ്ടാണ് മനുഷ്യന് പ്രതിഷ്ഠയും ആവാഹനവും ഒക്കെ നടത്താൻ പറ്റുന്നത്. ആ ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കാതെ ഞാൻ പ്രതിഷ്ഠിച്ച ദൈവം, ഞാൻ പൂജിക്കുന്ന ദൈവം, ഞാൻ ആവാഹിച്ചു വരുത്തിയ ദൈവം, എൻ്റെ പൂജ കഴിഞ്ഞ് ഞാൻ പറഞ്ഞയക്കുന്ന ദൈവം എന്നൊക്കെ വിചാരിച്ചാൽ എന്ന് രക്ഷപ്പെടും? ദൈവം വരികയോ പോവുകയോ ചെയ്യുന്ന ഒന്നല്ല. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ്. അതിനെ എനിക്ക് തൽക്കാലം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനൊരു പ്രാരംഭ നടപടി എന്നുള്ള രീതിയിൽ ഒരു വിഗ്രഹത്തെയോ പടത്തെയോ വെച്ച് ഈശ്വരാരാധന ആരംഭിക്കും. പക്ഷേ അവിടെ നിന്നും നമ്മുടെ മനസ്സ് ഒരുപാട് മുകളിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച്, ധ്യാനത്തിനനുസരിച്ച്, ആരാധനയ്ക്കനുസരിച്ച്, നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ആ പ്രതിമകളിൽ ഈശ്വര ചൈതന്യം വ്യാപിക്കുന്നു. ആ കാര്യത്തില് തർക്കമൊന്നുമില്ല. സാരം വായിക്കാം. ഓരോ ക്ഷേത്രത്തിലും പ്രതിഷ്ഠിതമായിരിക്കുന്ന ഓരോരോ പ്രതിമയിലും ഓരോരോ മൂർത്തികളായും പരമ്പൊരുൾ ശോഭിക്കുന്നു. ശ്രീ വിശ്വനാഥനെന്നും ശ്രീ മഹാദേവനെന്നും ശ്രീകാന്തനെന്നും ശിവവിഷ്ണു സംയുക്തനെന്നും ശ്രീ പത്മനാഭനെന്നും മധുസൂദനനെന്നും പാഞ്ചജന്യം ധരിച്ചൊരു ശ്രീകൃഷ്ണനെന്നും അവതാരങ്ങൾ പൂണ്ട് ഓരോരോ തരം മൂർത്തിഭേദങ്ങൾ പ്രതിമകളിൽ സങ്കല്പിച്ച് ധ്യാനിച്ചു സേവിക്കുന്നത് കൊണ്ട് ധ്യാനിച്ച പോലെ പരമാനന്ദ സ്വരൂപനും വ്യാപിക്കുന്നു. എപ്പോഴും എന്താഗ്രഹിക്കുന്നുവോ അതായി തീരുന്നുവെന്നും അറിയുക. കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് എന്താണ്? യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. അർജുന, എന്നെ ആര് ഏതു ഭാവത്തിൽ സങ്കല്പിക്കുന്നുവോ സമീപിക്കുന്നുവോ ഞാൻ അവരുടെ സങ്കല്പത്തിനനുസരിച്ച് അതേ ഭാവത്തിൽ അവർക്ക് ദൃശ്യനാകുന്നു, അവരെ അനുഗ്രഹിക്കുന്നു. അതിനൊന്നും കുറവൊന്നുമില്ല. പക്ഷേ അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്ദഃ മമ ഭൂതമഹേശ്വരം. ഇതേ കൃഷ്ണൻ ഇതേ ഗീതയിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. എന്നെ മനുഷ്യരൂപിയായിട്ട് ആരാണോ കാണുന്നത്, ചതുർഭുജധാരിയായ മഹാവിഷ്ണുവായിട്ടോ അല്ലെങ്കിൽ മയിൽപ്പീലി ചൂടി പുല്ലാങ്കുഴൽ കൈകളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനായിട്ട് ആരാണോ കാണുന്നത്, അവർ എൻ്റെ സ്വരൂപത്തെ വേണ്ട പോലെ അറിയുന്നില്ല അർജുന. അവർക്ക് കിട്ടുന്ന ഫലം തുച്ഛമായിരിക്കും. അവരുടെ ആരാധനയ്ക്ക് ഫലമുണ്ടാകും, പക്ഷേ ജ്ഞാനം, മോക്ഷം എന്നുള്ള ആ അങ്ങേയറ്റത്തെ ഫലം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോ നമ്മുടെ ആരാധനയ്ക്കനുസരിച്ച്, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചാണ് ദൈവം നമുക്ക് ദർശനം തരിക. പക്ഷേ ആ ദർശനം എന്ന് പറയുന്നത് ഒരു രൂപത്തോട് കൂടിയതായിരിക്കും. കാരണം രൂപത്തോട് കൂടിയ ഒന്നായിട്ടാണല്ലോ ഈശ്വരതത്വത്തെ ഭജിച്ചത്. അരൂപമാണ് ആ തത്വം വാസ്തവത്തിൽ. എങ്കിലും അതിനെ അങ്ങനെ നാം കാണാത്തത് കൊണ്ട് നമ്മുടെ ആ ധ്യാനത്തിനും ഉപാസനയ്ക്കുമൊക്കെ അല്പമായ ഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. അനന്തഫലത്തെ നൽകാൻ ആ ആരാധന ഉപയോഗപ്പെടുന്നില്ല, പ്രയോജനപ്പെടുന്നില്ല. എപ്പോഴും എന്താഗ്രഹിക്കുന്നുവോ അതായി തീരുന്നുവെന്നും അറിയുക. നാം നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരനെയാണ് സാക്ഷാത്കരിക്കുക. യഥാർത്ഥ ഈശ്വര തത്വമാകട്ടെ സങ്കല്പത്തിനപ്പുറത്തുമാണ്. അപ്പൊ ഒന്നും സങ്കല്പിക്കാതിരിക്കുമ്പോൾ ഉള്ളിൽ പ്രകാശിക്കുന്നതെന്തോ അതാണ് വാസ്തവത്തിലുള്ള ഈശ്വരതത്വം. അതിൻ്റെ പേരാണ് പരമാത്മാവ്, ബ്രഹ്മം, അഖണ്ഡബോധം. ആ അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈശ്വരതത്വം എന്താണെന്ന് വേണ്ടവണ്ണം ശാസ്ത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കി ആ ഈശ്വരനെ ആരാധിച്ചാൽ മാത്രമേ ആ ഉന്നതമായ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിലും ഒരു കുറിപ്പ് പറയുന്നുണ്ട്, ഇങ്ങനെ തോന്നുന്നതും മായാഭ്രാന്തി കൊണ്ടാണ്. എങ്ങനെ തോന്നുന്നത്? നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അത് അങ്ങനെ ആയിത്തീരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ തോന്നുന്നതും മായയിലാണ്, ഭ്രമമാണ്. ഇക്കാര്യം പല ഭാഗത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് മാറുന്ന ഒന്നല്ല ഈശ്വരതത്വം. അങ്ങനെ മാറാൻ പാടില്ല. മാറുന്നത് ഈശ്വരതത്വമേ അല്ല. അപ്പോൾ നമ്മുടെ ഭാവനയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്നതാണ് യഥാർത്ഥ ഈശ്വരതത്വം. അതിനെ
എനിക്ക് തൽക്കാലം അറിയാൻ കഴിയാത്തത് കൊണ്ട് ഞാനൊരു രൂപത്തെ അംഗീകരിക്കുന്നു. എന്നാൽ ആ രൂപമല്ല യഥാർത്ഥ ഈശ്വര തത്വം. ഈ അറിവോടുകൂടെ ഈശ്വരനെ ഭജിച്ചാൽ മാത്രമേ യഥാർത്ഥ ഈശ്വര തത്വം വെളിപ്പെട്ട് കിട്ടൂ. അതിനെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനമാണ് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. നമുക്ക് ഇന്നത്തേക്ക് ഇത്രയും മതി. അല്പം കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അധികമായാൽ അമൃതം വിഷം. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഈ ശീർഷകവും ഇതോടുകൂടി അവസാനിക്കുന്നു. അടുത്തത് 39ാമത്തെ ശീർഷകമാണ്. അതിൻ്റെ പേര് പ്രതിമ. ഈ വിഗ്രഹത്തെ വിടുന്നില്ല ആചാര്യൻ. വീണ്ടും പ്രതിമ എന്ന ഒരു ശീർഷകം ആരംഭിക്കുകയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം.